ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കെ.പി. ശങ്കർദാസിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് റിപ്പോർട്ട് കോടതിയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലെ സെല്ലിലേക്ക് മാറ്റണോ എന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമുണ്ടാകും. കോടതി ഒരു മെഡിക്കൽ ബോർഡിനെ നിയോഗിക്കാനുള്ള സാധ്യത ഏറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉയരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അടുത്തത് ആരാണ് SITയുടെ പിടിയിൽപ്പെടുക, SIT ആരെയായിരിക്കും അറസ്റ്റ് ചെയ്യുക എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഈ സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നത് 2025 അവിടുത്തെ സ്വർണ്ണപ്പാളികൾ ഇളക്കി സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിയോഗിച്ച ജില്ലാ ജഡ്ജി കൂടിയായ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെയാണ് ഈ കൃത്യം നടക്കുന്നത്. ശബരിമലയിലെത്തിയ സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം അറിയുകയും ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ദേവസ്വം വിജിലൻസിനെ നിയോഗിക്കുകയും ചെയ്തു. ദേവസ്വം വിജിലൻസിൻ്റെ റിപ്പോർട്ട് ഞെട്ടിക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിവരം കോടതിയെ അറിയിക്കുകയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിക്കുകയും ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് സ്വമേധയാ കേസെടുക്കുകയും ചെയ്തത്. ഈ 2025 ഈ നടപടി ഉണ്ടായപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്ന ആൾ PS പ്രശാന്താണ്. PS പ്രശാന്തിനെ ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അന്വേഷിക്കുന്ന SIT ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാനൊന്നും അറിഞ്ഞില്ല എന്നൊക്കെയാണ്. എന്നാൽ ശബരിമലയിലെ ഒരു വസ്തുക്കളും പുറത്തു കൊണ്ടുപോകരുത് എന്നും അഥവാ പുറത്തേക്ക് കൊണ്ടുപോയാൽ അത് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിരിക്കണമെന്നും ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഏത് പുനരുദ്ധാരണ പ്രവർത്തനവും അത് ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ, അതായത് ഈ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടതാകട്ടെ അല്ലാത്ത ഭൗതിക നിർമ്മിതികളാകട്ടെ, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ അനുമതി വാങ്ങിയിരിക്കണം എന്ന് കോടതി ഉത്തരവുണ്ട്. അതിനാണ് ഇതൊക്കെ കൃത്യമായിട്ട് കോടതിയെ അറിയിക്കാനും പരിശോധിക്കാനും നിയന്ത്രിക്കാനുമൊക്കെ വേണ്ടിയിട്ടാണ് കോടതി തന്നെ ജില്ലാ ജഡ്ജിയെ സ്പെഷ്യൽ കമ്മീഷണറായി അവിടെ നിയോഗിച്ചിരിക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. കുറഞ്ഞ പക്ഷം ആ സ്പെഷ്യൽ കമ്മീഷണറെയെങ്കിലും അറിയിച്ച് അനുമതി വാങ്ങേണ്ടതായിരുന്നു ഈ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ചെന്നൈയിലേക്ക് കൊടുത്തുവിടുന്നതിന് മുമ്പ്. എന്നാൽ PS പ്രശാന്ത് അത് ചെയ്തില്ല. ചോദിച്ചപ്പോൾ തനിക്ക് അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, കോടതി ഉത്തരവുണ്ടായിരുന്നു എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഇത് എങ്ങനെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതിരിക്കും? അദ്ദേഹം വരുന്നതിനും എത്രയോ കാലം മുമ്പ് കോടതി കൊടുത്ത നിർദ്ദേശമാണ്, കോടതി പുറപ്പെടുവിച്ച ഉത്തരവാണ്, ശരിയാണ്. പക്ഷേ ഇദ്ദേഹം ഇവിടെ വന്ന് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതല ഏറ്റെടുത്ത് കഴിയുമ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യരുത് എന്നതിനെക്കുറിച്ച് കൃത്യമായി ദേവസ്വം ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുക്കാതിരിക്കുമോ? പ്രശാന്തിനോട് ഇത് സംബന്ധിച്ച എല്ലാ വിവരങ്ങളും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ വളരെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് അദ്ദേഹത്തിന് ഇത് മുൻകൂട്ടി അറിയാമായിരുന്നു. എന്നാൽ മുൻകാലങ്ങളിൽ നടന്നതുപോലെ തന്നെ സ്പെഷ്യൽ കമ്മീഷണറെയും കോടതിയെയും ഒന്നും അറിയിക്കാതെ വളരെ തന്ത്രത്തിൽ ഈ സാധനം അറ്റകുറ്റപ്പണിക്കായിട്ട് ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം. ഇതാണിപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്ന, അല്ലെങ്കിൽ ഈ അന്വേഷണങ്ങളുടെ എല്ലാം തുടക്കം അവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ PS പ്രശാന്തിനെ SIT ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ വളരെ കൂടിയിരിക്കുകയാണ്. കാരണം PS പ്രശാന്ത് പറയണം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്വർണ്ണപ്പാളി ഈ പറഞ്ഞതുപോലെ അറ്റകുറ്റപ്പണിക്കായിട്ട് ആരുടെയും അനുമതിയില്ലാതെ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്.
അതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം. അപ്പോൾ അവിടെ കൃത്യമായി PS പ്രശാന്ത് കൂടി പങ്കെടുത്ത ഒരു ഗൂഢാലോചന നടന്നിട്ടില്ലേ എന്ന സംശയം ഉയരുകയാണ് ഭക്തർക്ക്. ആ സംശയത്തിന് കൃത്യമായ ഉത്തരം കിട്ടിയേ മതിയാവും. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ അതായത് ഈ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതിന് ശേഷം, സ്വർണം പൂശിയതിന് ശേഷം ഏതാണ്ട് 25 വർഷത്തെ ഗ്യാരണ്ടി പറഞ്ഞതാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അങ്ങനെയുള്ള സ്മാർട്ട് ക്രിയേഷൻസ് പറഞ്ഞ 25 വർഷത്തെ ഗ്യാരണ്ടി ഏതാനും വിരലിലെണ്ണാവുന്ന 2-3 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തകർന്നുപോയി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിൻ്റെ തന്നെ ഈ സ്പെഷ്യൽ കമ്മീഷണർ, തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്ത ഒരു റിപ്പോർട്ടും ഉത്തരവുമുണ്ട്. അതായത് കൃത്യമായി ലോഹപ്പാളികളിൽ സ്വർണം പൂശാൻ കഴിയുന്ന ആ സാങ്കേതിക വിദ്യയുള്ള, ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെയല്ല, ഈ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ശില്പങ്ങളിലൊക്കെ പതിപ്പിച്ചിരിക്കുന്ന ആ ലോഹത്തകിടിൽ കൃത്യമായിട്ട് സ്വർണം പൂശാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ കൈവശമുള്ള ഒരു സ്ഥാപനം ദക്ഷിണേന്ത്യയിൽ ഇല്ല എന്നാണ് തിരുവാഭരണം സ്പെഷ്യൽ കമ്മീഷണർ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടും അതിന്മേൽ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഉത്തരവും. ഇത് നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ പച്ച മലയാളത്തിൽ വളരെ കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് രേഖകളിലുള്ള കാര്യമാണ്. ഇതിൻ്റെ നമ്പരും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. ഏത് ഉത്തരവാണ്, എന്നിറക്കിയ ഉത്തരവാണ്, ആരുടെ റിപ്പോർട്ടാണ്, എല്ലാ വിവരങ്ങളും പുറത്തു വന്നു കഴിഞ്ഞു. എന്നിട്ടും ഈ ഉത്തരവൊക്കെ ഉണ്ടായിട്ടും PS പ്രശാന്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഭരണസമിതി എന്തിനാണ് ഈ സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ഈ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ഈ ലോഹപ്പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിട്ടത്? അപ്പോൾ ഇത് ആരുടെയൊക്കെയോ താല്പര്യപ്രകാരം ആർക്കൊക്കെയോ വേണ്ടി പ്രശാന്തും ചരട് വലിക്കുകയായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. SIT ഒരു വട്ടം ചോദ്യം ചെയ്ത് വിട്ടയച്ച പ്രശാന്ത് പറഞ്ഞ മറുപടി SITക്ക് തൃപ്തികരമാണ് എന്ന് കരുതണ്ട. അങ്ങനെ SITക്ക് തൃപ്തിയില്ലാത്തത് കൊണ്ടാണ് PS പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന അഭ്യൂഹം അന്തരീക്ഷത്തിൽ വളരെ ശക്തമായി നിലനിൽക്കുന്നത്. SIT ഏത് നിമിഷവും PS പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാം. ചോദ്യം ചെയ്യാനെന്ന് പറഞ്ഞ് വിളിപ്പിച്ചിട്ട് അറസ്റ്റ് രേഖപ്പെടുത്താം. അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹവും റിമാൻഡിലേക്ക് പോകും. പത്മകുമാർ എങ്ങനെയാണോ റിമാൻഡിൽ പോയത് അതുപോലെ, തന്ത്രി എങ്ങനെയാണോ ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് അതുപോലെ. ഓരോരോ കേസുകളായിട്ടാണ് പുറത്തു വരുന്നത്. ആദ്യം ഈ പറഞ്ഞതുപോലെ ശബരിമലയിലെ ഈ സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശാൻ വേണ്ടി കൊണ്ടുപോയി, അറ്റകുറ്റപ്പണിക്ക് വേണ്ടി കൊണ്ടുപോയി, അതിലെ ആ നിറം അല്ലെങ്കിൽ അതിൻ്റെ തിളക്കം മങ്ങി, അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയിട്ട് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആദ്യം പുറത്തു വന്ന വിവരം. അതിനെ തുടർന്നാണ് അത് സംബന്ധിച്ച അന്വേഷിച്ച സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ട് അനുസരിച്ച് കോടതി സ്വയമേവ കേസെടുത്ത് അന്വേഷണം SITയെ, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അവരെ ഏൽപ്പിച്ചത്. പിന്നീടാണ് ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളി കാണുന്നില്ല, അല്ലെങ്കിൽ അതും ഇതുപോലെ കൊണ്ടുപോയി, അവിടെ ഒരു സ്വർണ്ണപ്പീഠമുണ്ടായിരുന്നു, അത് കാണുന്നില്ല. പിന്നീട് ആ പീഠം നമ്മുടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു ദേവസ്വം വിജിലൻസ്. ഇതെല്ലാം തൊട്ട് ഈ പറഞ്ഞതുപോലെ 2018 ശേഷം നടന്ന 2025 വരെ നടന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ 2018 മുതൽ 2025 വരെ ആരൊക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നോ, പ്രസിഡൻ്റ് അടക്കം ഉണ്ടായിരുന്നോ, അവരെല്ലാവരും കൃത്യമായിട്ടും ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ഇനി ഈ പ്രശാന്തിൻ്റെ കാര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇതൊക്കെ, ഈ ഉത്തരവുകളൊക്കെ ഉണ്ടായിട്ടും ഇതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് പ്രശാന്ത് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതാണ് ഇത് എന്ന് കരുതാൻ ന്യായമില്ല. അദ്ദേഹത്തിന് പിന്നിലും ആരൊക്കെയോ ഉണ്ട്. ആ പിന്നിലിരിക്കുന്ന ആൾക്കാരാണ് മുന്നിലിരിക്കുന്ന മാറി മാറി വരുന്ന ഭരണസമിതിയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. മുമ്പ് പത്മകുമാർ ചെയ്തെങ്കിൽ ഇന്ന് PS പ്രശാന്ത് ചെയ്തു. പത്മകുമാറിന് ശേഷം
വാസു ചെയ്തു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഈ പറഞ്ഞതുപോലെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്താൽ ഇതിൻ്റെയൊക്കെ രഹസ്യം പുറത്തു വരും. ഇനി പ്രശാന്ത് മറ്റൊരു ഗുരുതരമായ കുറ്റം കൂടി ചെയ്തിരിക്കുന്നു. കടുത്ത കോടതിയലക്ഷ്യ നടപടിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്, പ്രവർത്തിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ അവഗണിച്ചുകൊണ്ട് അത് തനിക്ക് അറിയില്ല, താൻ അങ്ങനെ ഒരു ഉത്തരവുള്ള കാര്യം അറിഞ്ഞിട്ടില്ല. ഇതെങ്ങനെയാണ് അറിയാതിരിക്കുന്നത്? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ഇത് അറിയാമല്ലോ. ദേവസ്വം ബോർഡ് ജീവനക്കാർ ഇത് പറയാതിരിക്കുമോ? ഗുരുതരമായ ഒരു കുറ്റകൃത്യം ഒരാൾ ചെയ്യാൻ പോകുന്നു, അത് അറിയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ കീഴുദ്യോഗസ്ഥനാണ്, പക്ഷേ മിണ്ടാതിരിക്കുകയാണ്, മൗനം പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേർക്കും തുല്യ ഉത്തരവാദിത്വമാണ്. ഇവിടെ PS പ്രശാന്തിനെ അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചിട്ടുണ്ട്. PS പ്രശാന്ത് അത്ര നിഷ്കളങ്കനല്ല ഈ കാര്യത്തിൽ. അതൊക്കെ അറിഞ്ഞിട്ടും കടുത്ത കോടതിയലക്ഷ്യ നടപടിക്കാണ് അദ്ദേഹം കൂട്ടുനിന്നിരിക്കുന്നത്. അതിനുള്ള കേസ് വേറെ വരും, അത് ഹൈക്കോടതി എടുക്കുന്ന വേറെ കേസായിരിക്കും. ഇങ്ങനെ തൊട്ട് PS പ്രശാന്ത് ചെയ്തതെല്ലാം ഈ പറഞ്ഞ മുൻകാലങ്ങളിൽ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് അനുകൂലമായ രീതിയിൽ അത് തുടർന്നു പോവുകയാണ് PS പ്രശാന്തും ചെയ്തത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം SITയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. തീർച്ചയായിട്ടും PS പ്രശാന്ത് കസ്റ്റഡിയിലായാൽ മറ്റ് നിരവധി വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കില്ല. വളരെ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിൽ മാത്രം ഇത് ഒതുങ്ങി നിൽക്കില്ല. ദേവസ്വം വകുപ്പ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും ഇതിൽ ഉത്തരം പറയേണ്ടി വരും. അവർക്കും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം ഹൈക്കോടതിയുടെ ഉത്തരവ് അടക്കം ലംഘിച്ചുകൊണ്ടാണ് ഈ പ്രവൃത്തിയെല്ലാം ഇവർ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് PS പ്രശാന്ത്, അതിനു ശേഷം ഈ പറഞ്ഞതുപോലെ ദേവസ്വം വകുപ്പ് ഭരിച്ചിരുന്ന മന്ത്രി, ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രി, ഇവരൊക്കെ ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്തേക്ക് വരാനുള്ള സാധ്യത ഒട്ടും തന്നെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം നിയമപരമായിട്ട് ഇവരെല്ലാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണികളാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മൊഴികൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവർ എന്തൊക്കെയാണ് പറയുന്നത് എന്നറിയാൻ ഭക്തർക്കും ജനങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ യഥാർത്ഥ മോഷ്ടാവിലേക്ക്, കള്ളനിലേക്ക് ചെന്നെത്തണമെങ്കിൽ ഇവരിലൂടെയേ കഴിയുകയുള്ളൂ. അതിന് SIT അടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.